السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി ജീവിക്കണമെന്ന് ആമുഖമായി തന്നെ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് നമ്മുടെ ഈ ജീവിതം. പരീക്ഷണത്തിൻ്റെ ലോകമെന്ന് ഈ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. ജീവിതത്തെയും മരണത്തെയും അല്ലാഹു സമ്മാനിക്കാനുള്ള കാരണം പടച്ചോൻ പറഞ്ഞത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് സുകൃതങ്ങൾ ചെയ്ത് ജീവിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ദുനിയാവിലെ ജീവിതത്തെ, മരണത്തെ അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. ഈ ദുനിയാവിലെ ജീവിതം അല്ലാഹു ഒരു പരീക്ഷണമായി നമുക്ക് നൽകുമ്പോൾ, പരീക്ഷണത്തിൻ്റെ ലോകത്ത് അല്ലാഹു നൽകുന്ന ഒരുപാട് ഓഫറുകളുടെ കൂട്ടത്തിലൊരു ഓഫറാണ് പരിശുദ്ധ റമദാൻ. ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതം ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഈ അവസരം, ഇതും ഒരു പരീക്ഷണമാണ്. മുതലാക്കുന്നവർ ആരാണ്, പരാജയപ്പെടുന്നവർ ആരാണ്, ഇത്തരം അവസരങ്ങൾ കിട്ടിയിട്ടും അതിനെ പാഴാക്കി കളയുന്നവരെ കുറിച്ചുള്ള ഗൗരവമേറിയ ഒരു ആലോചന നമ്മുടെ കൽബിലേക്ക് കടന്നു വരണം. ഇനിയും മാറിയിട്ടില്ലാത്തവർ, ഇനിയും പഠിച്ചിട്ടില്ലാത്തവർ, ഇനിയും മാറാൻ തീരുമാനിച്ചിട്ടില്ലാത്തവർ ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മനസ്സുകൾ ശുദ്ധീകരിച്ചുകൊണ്ട് ആഖിറത്ത് ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിൽ ഈ ഇബാദത്തുകളൊക്കെ ചെയ്ത് നന്മകളൊക്കെ ചെയ്ത് ജീവിക്കുമ്പോഴും ലക്ഷ്യബോധത്തെക്കുറിച്ച് ഒരു വ്യക്തതയില്ലാത്ത ജീവിതം ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല. നിസ്കരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്കാരം ഒരു യന്ത്രം പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തെല്ലാ മുസ്ലിങ്ങളും നോമ്പെടുക്കുമ്പോൾ ഞാനും ഒരു നോമ്പുകാരനായി മാറി. ആളുകൾ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സമയത്ത് ഞാനും കൊടുക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ സ്വതക്കകൾ. ആളുകൾ എന്തെങ്കിലും പറയുമോ എന്ന് കരുതി കൊടുക്കുന്ന സക്കാത്തിന്റെ വിഹിതങ്ങൾ കൊടുത്തു തീർക്കുന്നു. അങ്ങനെ ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട ഒരു ജീവിതമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുകയും സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ദുനിയാവിലെ ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും കൂരമ്പുകൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും തൻ്റെ ലക്ഷ്യബോധത്തിൽ നിന്ന് തകരാത്തവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവർ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത് മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറു മിനദ് ദുനിയ വമാ ഫീഹാ. മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം നിങ്ങൾ നേടിയെടുത്താൽ, ഒരു വടി വെക്കാനുള്ള സ്ഥലം നിങ്ങൾ സ്വർഗത്തിൽ നേടിയെടുത്താൽ
ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവ് മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം ആ സ്വർഗത്തിലെ ആ സ്ഥലമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര മഹിമയുണ്ട് അള്ളാഹു ലക്ഷ്യമായി നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വർഗത്തിൽ. 60-70 കൊല്ലക്കാലം മാത്രം ജീവിച്ചു തീർക്കുന്ന നൈമിഷികമായ ഈ ദുനിയാവിലെ ജീവിതമാണ് പല ആളുകളും, ജീവിതത്തെയാണ് പല മനുഷ്യന്മാരും ഇഷ്ടപ്പെട്ട് അതിനോട് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഈ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് കാണാം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ നഫ്സുകളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. മരണത്തിന് രുചിയുണ്ട്, അത് ആസ്വദിക്കുക തന്നെ ചെയ്യും. ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. മനുഷ്യന്മാർ ചെയ്യുന്ന നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം രേഖപ്പെടുത്തുന്ന, അത് ലഭിക്കുന്ന ദിവസം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളാണ്, യൗമുൽ ഹിസാബിന്റെ ദിവസത്തിലാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഫമൻ സുഹ്സിഹ അനിൻ നാർ, ആരാണോ നരകത്തിലേക്ക് പ്രവേശിച്ചത്, ആ വിചാരണ പൂർത്തിയായി കഴിയുമ്പോൾ നരകത്തിലേക്ക് പ്രവേശിക്കുന്നവർ ആരാണോ, ഈ ദുനിയാവിലെ ജീവിതം നരകത്തിന് വേണ്ടി ജീവിച്ചവർ ആരാണോ, അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു അമൽ ഹയാ, ദുനിയാവിലെ ജീവിതത്തിൽ ആരെങ്കിലും സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുകയും ചെയ്ത് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തവർ ആരാണോ ഫഖദ് ഫാസ്, അവരാണ് വിജയം നേടിയ ആളുകൾ. ജയിക്കുന്നവരാരാ, പാസ്സായവർ ആരാ? അവർ ഈ ദുനിയാവിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിച്ചവരാ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ. വമൽ ഹയാത്തുദ് ദുനിയാ, ഈ ദുനിയാവിലെ ജീവിതം, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഈ ജീവിതം, ഇല്ലാ മതാഉൽ ഉറൂർ, അത് നിങ്ങളെ വഞ്ചിക്കുന്നൊരു ചരക്കാണ്, വഞ്ചനയുടെ വിഭവമാണ്, നിങ്ങളെ ചതിക്കുന്ന, നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു വിഭവമാണ് ഈ ദുനിയാവിലെ ജീവിതം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതും. ദുനിയാവെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ചതിക്കുന്നതാണ് എന്നാണ് ബോധ്യപ്പെടുത്തിയത്. ഇന്നി യഖാഫു അലൈക്കും മിൻ ബഅദി, റസൂലുള്ളാഹി പറഞ്ഞ പ്രയോഗം ഹദീസിൽ കാണാം. നിങ്ങൾ ഒരു സ്വഹാബത്ത് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിൻബർ, അല്ലാഹുവിന്റെ റസൂൽ മിൻബറുമേ കയറിയിരുന്നു. വജലസ്നാ ഹൗലുഹു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ചുറ്റിലും ഇരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞത് ഇന്നി യഖാഫു അലൈക്കും മിൻ ബഅദി, എൻ്റെ കാലശേഷം നിങ്ങളിൽ ഒന്നിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതെന്താ? അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുന്നതിനെ തൊട്ട് ഞാൻ പേടിക്കുന്നതാണ്. ദുനിയാവിന്റെ അലങ്കാരങ്ങളെ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുന്നതിനെ ഞാൻ പേടിക്കുന്നതാണ്. അത് തുറന്നു വെച്ചാൽ അള്ളാഹനെ മറന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നയിക്കുമെന്ന പേടി എനിക്കുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പല സന്ദർഭങ്ങളിലും ദുനിയാവിന്റെ പിന്നാലെ ഓടി ആഖിറത്തിനെ മറന്നുപോകുന്ന ആൾക്കാരുണ്ട്, പരലോകത്തിനെ മറന്നുപോകുന്ന മനുഷ്യരുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും ബർസഖിയായ ലോകത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിലെ അനുഭവിക്കാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് കേൾക്കുമ്പോഴും നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ ചില സമയങ്ങളിൽ ഈമാൻ അങ്ങോട്ട് രൂഢമൂലമാകാറില്ല. അതിങ്ങനെ പിന്നും തിരിഞ്ഞു പോകാണ് പതിവ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചത് കാണാം. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ഈ ദുനിയാവിലെ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞത് വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, ബാക്കിയാകുന്നതും നിലനിൽക്കുന്നതും യൗമുൽ ഖിയാമയിലെ ജീവിതത്തിലാണ്, പരലോകം. ഇവിടെ ഒരു 60 കൊല്ലം ജീവിച്ചാൽ, ഒരു 70 കൊല്ലം ജീവിച്ചാൽ, അതിനപ്പുറം നമ്മൾ ബർസഖിയായ ലോകത്തെത്തിപ്പെട്ടാൽ യൗമുൽ ഹിസാബിന്റെ നാളിലേക്ക്, നമ്മുടെ വിചാരണയുടെ നാളിലേക്ക് നമ്മളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അവിടുത്തെ വിചാരണ കഴിഞ്ഞ് പിന്നീട് നമ്മൾ പോകുന്നത് ഒന്നുകിൽ സ്വർഗത്തിലേക്കും അല്ലെങ്കിൽ നരകത്തിലേക്കുമാണ്.
ആ ലോകമാണ് നിങ്ങൾക്ക് ശാശ്വതമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. പക്ഷെ ആ ലോകത്തെ മനുഷ്യൻ മറക്കാണ്, ആ ലോകത്തെ മനുഷ്യൻ ഗഫലത്തിലാക്കി കളയാണ്. പരിശുദ്ധ ഖുർആൻ അതല്ലേ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്, ഇന്നഹാ ഉലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീലാ. ഇന്നഹാ ഉലാഇ യുഹിബ്ബൂനൽ ആജില. ക്ഷണികമായ ജീവിതത്തെയാണ് മനുഷ്യർ ഇഷ്ടപ്പെടുന്നത്. ക്ഷണികമായ ജീവിതം, 60 70 അല്ലെങ്കിൽ ഏറിപ്പോയി 100 കൊല്ലം ജീവിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതത്തെയാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. അവന്റെ പിന്നാലെ വരാനിരിക്കുന്ന ഭാരമേറിയ ദിവസത്തെ അവർ മറന്നു കളയുന്നു എന്നാണ്. വിചാരണയുടെ നാളിനെ മറന്നു കളയാം. അമ്പലച്ചുംബികളായ കൊട്ടാരങ്ങളെ ഇഷ്ടപ്പെടുകയും 6 അടി മണ്ണാകുന്ന ഖബറിനെ മറന്നുകളയും ചെയ്യുന്നവരാണ് മനുഷ്യന്മാർ. അത് മനുഷ്യന്റെ പ്രകൃതിയായി മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് അള്ളാഹു പഠിപ്പിച്ച സംഭവങ്ങളാണ്. മറന്നു പോകരുത് ആഖിറത്തിനെ, മറന്നു പോകരുത് പരലോകത്തിനെ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നു. അറാബിയായ ഒരു മനുഷ്യൻ, പാവപ്പെട്ട ഒരു മനുഷ്യൻ, വസ്ത്രം ധരിക്കാനുണ്ട്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എനിക്ക് വസ്ത്രം കുപ്പായം ധരിക്കാത്ത അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാനില്ലാത്തൊരു വ്യക്തി ഉമറിന്റെ മുന്നിലേക്ക്, ഭരണാധികാരിയായ ഉമറിന്റെ മുന്നിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ഉമറെ, എനിക്ക് 2 പെൺകുട്ടികളാണ്, ഞാൻ നല്ല പ്രയാസത്തിലാണ്, അതുകൊണ്ട് ഉമറെ എനിക്ക് നീ വസ്ത്രം തരണം, എൻ്റെ കുട്ടിക്ക് ഡ്രസ്സില്ല, നീ ഡ്രസ്സ് തരണം. ചിരിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ തന്നിട്ടില്ലെങ്കിൽ എന്താക്കും? അധികാരത്തിൽ ചോദിച്ചപ്പോൾ ഒരു തമാശ രൂപത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തമാശയാക്കിക്കൊണ്ട് ചോദിച്ചു, തന്നിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല ഉമറെ, ഹിസാബിന്റെ ഒരു ലോകം വരാണ്ട്, വിചാരണയുടെ ഒരു ലോകം വരാണ്ട്, അന്ന് ഇമ്മാ ഇലൻ നാരി വ ഇമ്മൽ ജന്ന, ഒന്നുകിൽ സ്വർഗമുണ്ട് അല്ലെങ്കിൽ നരകമുണ്ട് ഉമറെ, ഞാൻ അള്ളാഹുവോട് പറഞ്ഞോളാം. തമാശ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖം ചുവന്നു. തമാശയായി സംസാരിച്ച ഉമറിന്റെ കണ്ണ് നിറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനുഷ്യനോട് പറഞ്ഞു, താങ്കൾക്ക് ഇതാ ഇട്ട കുപ്പായം അങ്ങോട്ട് അഴിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് മനുഷ്യന്റെ കയ്യിലേക്കാണ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പതേ ഉള്ളൂ, ഖജനാവിൽ നിന്ന് എന്തെങ്കിലും തരണോ എന്ന് ഞാൻ എൻ്റെ കൂടെയുള്ള ആളുകളുമായി കൂടിയാലോചിച്ചിട്ട് നിങ്ങളെ ഞാൻ പരിഗണിക്കാം. ഒരു ഭരണാധികാരിയുടെ വാക്ക്. തമാശ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുന്നിൽ വന്ന് തമാശയായി സംസാരിച്ച വിഷയം സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അവിടുത്തെ വിചാരണയുടെ ലോകത്ത് വരാനുണ്ടല്ലോ എന്ന വ്യക്തിയുടെ വർത്തമാനം കേട്ടപ്പോൾ ഊരിക്കൊടുക്കുക, എടുത്തു കൊടുക്കുക. നമ്മളെത്ര പരലോകം കേൾക്കുന്നു, നമ്മളെത്ര ആഖിറത്തിനെ കുറിച്ച് കേൾക്കുന്നു. നമ്മുടെ ഇബാദത്തുകളൊക്കെ അതേ യന്ത്രമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതൊന്നും ഒരു കാര്യമല്ല. അതുകൊണ്ട് കൽബിനെ ആഖിറം എന്ന ലക്ഷ്യത്തോടുകൂടി ആ ലക്ഷ്യബോധം കൽബിൽ നിന്ന് നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ മറ്റൊരു വ്യക്തിത്വമാണ് മഹാനായ അന്ധനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? കണ്ണ് കാണാത്ത വ്യക്തി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരാൻ ചോദിക്കുന്ന ആ ചരിത്ര സംഭവം നമ്മൾ കേട്ടതല്ലേ? നിസ്കാരത്തിന് വേണ്ടി സുബഹിന്റെ നേരത്തിന് കൈപിടിച്ച് കൊണ്ടുവരാൻ ആളില്ല, എന്താ ചെയ്യുക? കണ്ണ് കാണൂല എനിക്ക്, ഞാൻ എന്തു ചെയ്യണം റസൂലേ? അല്ലാണ്ട് റസൂല് പറഞ്ഞത്, നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ എന്തുണ്ട് എന്നല്ല റസൂലുള്ളാഹിന്റെ പ്രശ്നം. വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുന്നുണ്ടോ, പള്ളിയിലേക്ക് എത്തണം. ബാങ്ക് കേൾക്കുന്നുണ്ടോ, പള്ളിയിലേക്ക് എത്തണം. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ഈ വാക്ക് കേട്ടിട്ട് ഒരു ജമാഅത്ത് പോലും ഒഴിവാക്കാതെ സുബഹിന്റെ ജമാഅത്തിന് പള്ളിയിലെത്തിയ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം ഒരിക്കൽ അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കയറി വന്നു. യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന സമയം, യുദ്ധത്തിന് പോകാൻ സ്വഹാബത്ത് പടയൊരുക്കി നിൽക്കുന്ന സമയം, ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞാനും വരികയാണ് യുദ്ധത്തിന്. ആരാണ് ചോദിക്കണത്? കണ്ണ് കാണാത്ത വ്യക്തിയാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം. കണ്ണ് കാണില്ല എന്നുള്ളത് അദ്ദേഹത്തിനൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അതിനെ നിഅമത്തായി കണ്ടിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഞാനും വരിക യുദ്ധത്തിന്, എനിക്ക് പോരണം റസൂലെ, അനുവദിക്കണം. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂമിനോട് പറഞ്ഞു, നിനക്ക് അല്ലാഹ് ഇളവ് തന്നതാണ് അബ്ദുല്ലാഹ്, അതുകൊണ്ട് താങ്കൾ വരേണ്ടതില്ല. കണ്ണ് കാണൂലല്ലോ, താങ്കൾ വരേണ്ടതില്ല. സങ്കടത്തോടെ തിരിച്ചു.
അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലമെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇതേപോലൊരു യുദ്ധം പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ ഞാനും വരാം, എന്നെ നിങ്ങൾ അനുവദിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂല് പറഞ്ഞ അതേ പ്രയോഗം നടത്തി. അള്ള ഇളവ് തന്നതാണ്. അള്ളാന്റെ റസൂല് പോലും താങ്കൾ അനുവദിച്ചിട്ടില്ല, അതുകൊണ്ട് തിരിച്ചു പോകണം. അവിടെ നിന്നും തിരിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതിൻ്റെ ഒരു വിഷമം, ഷഹീദാവാനുള്ളൊരു താല്പര്യം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ളൊരു താല്പര്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തും ഒരു യുദ്ധ പശ്ചാത്തലത്തിൻ്റെ സമയത്ത് ഉമറിൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. പ്രായമായി. അബ്ദുല്ലാഹി ഇബ്നു മക്തൂം വന്നിട്ട് ചോദിച്ചു, ഉമറെ ഞാനും വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് അള്ള ഇളവ് നൽകി, അള്ളാൻ്റെ റസൂല് നിങ്ങളെ കൊണ്ടുപോയിട്ടില്ല, അബൂബക്കറും നിങ്ങളെ കൊണ്ടുപോയിട്ടില്ല, ഞാൻ നിങ്ങൾക്കതെങ്ങനെ അനുവദിക്കുക? അതുകൊണ്ട് താങ്കൾ പോണം, താങ്കൾക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഉമറിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ നടന്നു നീങ്ങിയ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു പകുതി വരെ പോയിട്ട് തിരിച്ചു പോന്നു. എന്നിട്ട് ഉമറിൻ്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഉമറെ ഞാൻ വീട്ടിലേക്ക് പോകാൻ, നാളെ റബ്ബെങ്ങാനും എന്നോട് എന്തേ നീ അള്ളാൻ്റെ മാർഗത്തിൽ ചെയ്തു എന്ന് ചോദിച്ചാൽ അന്ന് നിന്റെ നേരെ ഞാൻ വിരൽ ചൂണ്ടിട്ടോ ഉമറെ എന്ന് പറയാം. യുദ്ധത്തിന് പോകുന്ന ആ കൊടിയെടുത്തിട്ട് അബ്ദുല്ലാഹി ഇബ്നു മക്തൂമിൻ്റെ കയ്യിലാണ് കൊടുത്തു. പതാക ഏന്തുന്ന വ്യക്തിയായി മുന്നിൽ നിൽക്കാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു മക്തൂമിൻ്റെ കയ്യിലേക്ക് പതാക ഏൽപ്പിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. യുദ്ധത്തിൻ്റെ സൈന്യത്തിൻ്റെ മുന്നിൽ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോൾ ആളുകൾ ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു മക്തൂമേ, താങ്കൾ പോകുമ്പോൾ മുന്നിൽ നിൽക്കുന്ന താങ്കളുടെ നേരെ ശത്രുക്കൾ വന്നാൽ പോലും അറിയില്ലല്ലോ, എന്താ ചെയ്യാൻ? അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാണ് അള്ളാഹു എനിക്ക് തന്ന തൗഫീഖ്. ഒരു പക്ഷേ ഒരു ശത്രുവിൻ്റെ വരവ് കാണുമ്പോൾ നിങ്ങളൊക്കെ തിരിച്ചോടിയേക്കാം, പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു മക്തൂമിന് തിരിച്ചോടാനുള്ള പ്രശ്നമില്ല. അതുകൊണ്ട് കാഴ്ചയില്ല എന്നുള്ളത് എനിക്ക് റബ്ബ് തന്ന ഗിഫ്റ്റാണ്, ഞാൻ തിരിച്ചോടൂല. നോക്കി നിങ്ങൾ, കാഴ്ചയില്ല എന്നതിന് ഒരു പ്ലസ് പോയിന്റായി കണ്ട് ആ ഒരു സംഭവത്തിനെ ഒരു പ്ലസ് പോയിന്റായി എടുത്തുകൊണ്ട് യുദ്ധഭൂമിയിലേക്ക് മുന്നിലേക്ക് ഇറങ്ങാൻ പ്രചോദനമായി കണ്ട മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു പോയ സ്വർഗം കൊതിക്കുന്ന നമ്മുടെ നിസ്കാരത്തിൻ്റെ, നമ്മുടെ ഇബാദത്തിൻ്റെ, നമ്മുടെ ജീവിത ശൈലിയുടെ അവസ്ഥകൾ പരിശോധിച്ചിട്ട് നമ്മൾ ചോദിക്കണം നമ്മുടെ ഖൽബിനോട്, എനിക്ക് സ്വർഗം കിട്ടുമോ? എനിക്ക് സ്വർഗം കിട്ടോ? നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ജീവിതം ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല. ഒരു റമദാൻ വരുമ്പോൾ മാത്രം പടയൊരുക്കങ്ങൾ നടത്തി എല്ലാ റമദാനുകളിലും സാധാരണ ചെയ്യുന്നത് പോലെ ഒരു ഇബാദത്തിന്റെ ആളുകളായി മാറി റമദാനുകൾ തീരുന്നതോടുകൂടി എല്ലാ ഇബാദത്തുകളെയും തകിടം മറിച്ചുകൊണ്ട് തോന്നിയതുപോലെ തന്റെ ഹവക്കനുസരിച്ച് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന നമുക്കെവിടെയാണ് സഹോദരങ്ങളെ സ്വർഗത്തിനെ സംബന്ധിച്ചുള്ള ചാൻസ്? എവിടെയാണ് ചാൻസ്? അള്ളാന്റെ ദീനിനു വേണ്ടി സാമ്പത്തികമായോ ശരീരം കൊണ്ടോ സമയം കൊണ്ടോ ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഗ്തനിം ഖംസൻ ഖബല ഖംസിൻ, 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നാണ്. 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം. 1, ശബാബക ഖബല ഹറമിക, ശബാബക്, നിന്റെ യുവത്വത്തെ നീ ചെലവഴിച്ചോ. ഖബല ഹറമിക, നീ രോഗിയായി നിന്റെ ആരോഗ്യം നിനക്ക് നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ ചെലവഴിച്ചോ. നീ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് താടിരോമങ്ങൾ നിരച്ച് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് ആരോഗ്യം നഷ്ടപ്പെട്ട് വീട്ടിലിങ്ങനെ കിടക്കണ കാലത്ത് ഓർക്കും, പടച്ചോനെ ആരോഗ്യമുള്ള ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, അന്ന് പള്ളിയിലേക്ക് വിളിച്ചു ഞാൻ നിസ്കരിക്കാൻ പോയില്ല, അന്ന് ദഅവത്തിന് വിളിച്ചു ഞാൻ ദഅവത്തിന് പോയില്ല, അന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കാനുള്ള ചാൻസുകൾ എന്റെ മുന്നിൽ മലർക്ക് തുറന്നിട്ട സമയമുണ്ടായിരുന്നു, ഞാൻ ചെയ്തില്ല പടച്ചോനെ. ഇപ്പതാ എനിക്ക് പറ്റണില്ല, മുട്ടിന് വേദനയാൻ, ഊരക്ക് വേദനയാൻ, കിടക്കുന്ന കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അന്ന് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമില്ല. ആരോഗ്യമുള്ള സമയത്ത് ചെയ്യണം, ആരോഗ്യമുള്ള സമയത്ത് ചെയ്യണം. നമ്മളോടൊക്കെ കുറെ ആളുകൾ ചോദിക്കലുണ്ട്, എന്തിനാ അത്ര ദൂരേക്ക് ഓടുന്നത്,
എന്തിനാണ് ഇങ്ങനെ ദഅവത്താന്നും പറഞ്ഞിട്ട് നട്ടപ്പാതിരാക്കൊക്കെ ചില സമയത്ത് ഓടി വരുമ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട്. നമ്മളൊക്കെ വലിയ ദയനീയമായി നോക്കി നിൽക്കുന്ന സമയങ്ങളാണ് ആ സംസാരങ്ങളൊക്കെ. എന്തരോ ഒരിക്കലും സഹോദരങ്ങളെ ഈ ആരോഗ്യം തിരിച്ചു കിട്ടൂല. ചെയ്യാൻ കഴിയുന്ന കാലത്ത് ചെയ്താൽ അള്ളാന്റെ അടുക്കൽ വല്ലതും കിട്ടിയാലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ആ ഒരു ചിന്താഗതി നമുക്ക് നൽകിയത് സ്വഹാബികളുടെ ജീവിതത്തിലെ വലിയ വലിയ പാഠങ്ങളാണ്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാലം ശബാബക്ക, നിന്റെ യുവത്വമാണ്. ആ ശബാബ്, ആ യുവത്വത്തിന്റെ കാലം തിളങ്ങി നിൽക്കുന്ന കാലാണ്. നിഅമതാനി മഖ്ബൂലുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സഹത്തു വൽ ഫറാ. നിഅമതാനി, രണ്ട് നിഅമത്തുകളുണ്ട്. മഖ്ബൂലുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ അധികം ആളുകളും അവഗണിച്ചു കളയുന്ന രണ്ട് നിഅമത്തുകൾ, തള്ളിക്കളയുന്ന രണ്ട് നിഅമത്തുകൾ. ആ നിഅമത്തുകൾ ഏതാ? ഒന്ന് അസ്സഹത്തു, രണ്ട് വൽ ഫറാ, ആരോഗ്യമാണ്, രണ്ട് ഒഴിവ് സമയങ്ങളാണ്. എന്താ ചെയ്തു തീർക്കാനുള്ളത്? വെറുതെ ഇരിക്കുന്ന സമയം പലതും ചെയ്യാനുണ്ട്, പലതും പൂർത്തിയാക്കാനുണ്ട്. ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് മറന്നു പോകുന്നവരായി നമ്മൾ മാറുകയാണ്. നമ്മുടെ ദൗത്യത്തെ കുറിച്ച് മറന്നു പോകുന്നവരായി നമ്മൾ മാറുകയാണ്. വെറുതെ കളിച്ചു തീർക്കുന്ന സമയം, രാത്രികളിൽ എവിടെങ്കിലും ഫെഡ്ലൈറ്റ് സ്റ്റേഡിയങ്ങൾ കെട്ടിയുണ്ടാക്കി അവിടേക്ക് ഏതെങ്കിലും പിന്നെ കളിത്താരങ്ങളുടെ ജെയ്സിയും വിട്ട് ആ ക്ലബിൽ ചെന്നിരുന്ന് തന്റെ സമയത്തെ തള്ളി നീക്കുന്ന സമയം ഏതെങ്കിലും ഒരർത്ഥത്തിൽ അള്ളാന്റെ ദീനിനു വേണ്ടി, എന്റെ ഖബറിലേക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ, അള്ളാന്റെ ദീനിനു വേണ്ടി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ദീനിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ കുറിച്ച്, ആ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവരെ കുറിച്ച് നമുക്ക് പലതും അഭിപ്രായം പറയാനുണ്ട്. എന്താണ് ആ ചങ്ങായിമാരുടെ ജീവിതം, എന്താണ് അവരുടെ ജീവിതം എന്നൊക്കെ പല അഭിപ്രായങ്ങളും നമുക്ക് പറയാനുണ്ടാവും. പക്ഷേ ആഖിറത്തിന്റെ ആ മാർഗത്തിൽ, അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന്, എന്റെ ഖബറിലേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ഗൗരവമായി ആലോചിക്കണം. എന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരുപാട് യുവാക്കൾ, എന്റെ സംസാരം ശ്രദ്ധിക്കുന്ന ഒരുപാട് യുവാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് എന്താ അറിയോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബത്തിന്റെ ജീവിതം അവർ ക്രമീകരിക്കുന്നിടത്ത്, ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, വെറും 5 കൊല്ലക്കാരൻ ജീവിച്ച സഅദ് ബിൻ മുആദിന്റെ ജീവിത ശൈലി, യുവത്വത്തിന്റെ കാലത്താണ് അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെട്ട് ലോകത്തോട് വിട പറയുന്നത്. നമുക്ക് ധർമ്മസമരത്തിന് വേണ്ടി വാളെടുത്തോ തോക്കെടുത്തോ ഭൂമിയിലേക്ക് ഇറങ്ങേണ്ട ഒരു ഗതികേട് ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ള യുവാക്കളെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമുക്കൊരു ജിഹാദിന്റെ മാർഗമുണ്ട്. നാശത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ആ ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പണിയെങ്കിലും എടുക്കണ്ടോ അത് ജിഹാദാൻ. അള്ളാന്റെ മാർഗത്തിൽ ദഅവത്തിന് വേണ്ടി ഇറങ്ങണ്ടോ അത് ജിഹാദാൻ. എന്നെ കൊണ്ട് പറ്റണ പോലെ ഈ ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം, ഒരു കൂട്ടായ്മയുടെ കൂടെ നിന്നിട്ടോ ആ രൂപത്തിലല്ലാതെയോ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് ചെയ്യണമെന്നൊരു തീരുമാനം എടുത്തുകൊണ്ട്, സഹോദരങ്ങളെ, സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, സമയം കൊണ്ട് നമുക്ക് വിനിയോഗിക്കാം, നമുക്ക് ഇറങ്ങാം. പക്ഷെ നമ്മൾ ഇറങ്ങലുണ്ടോ? ഇസ്ലാമിന്റെ ചരിത്രത്തിലെ മുസ്അബ് ബിൻ ഉമൈർ ചരിത്രത്തിലെ ശ്രദ്ധേയനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വന്നു. അന്ന് അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ് റസൂലുള്ളാഹിന്റെ ഓഫീസ്. സമ്പന്നനാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. മണിക്കൂറുകൾ വെച്ച് വസ്ത്രം മാറ്റുന്ന മുസ്അബ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ മക്ക കാലഘട്ടത്തിലെ ജീവിതത്തിൽ മുസ്അബ് ഇങ്ങനെ നടന്നുപോയാൽ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ അപ്പുറത്തും ഇപ്പുറത്തും ആണുങ്ങളും പെണ്ണുങ്ങളും വരിവരിയായി കാത്തു നിൽക്കുമായിരുന്നു മുസ്അബിനെ കാണാൻ. എന്തൊരു ഭംഗിയാണ്! വിരിഞ്ഞ നെഞ്ചകം, തൊടുത്തു നിൽക്കുന്ന കവിൾത്തണം മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രകൃതമാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹു അടിക്കുന്ന പൂശുന്ന അത്തറിന്റെ ഗന്ധം തന്നെ ദൂരെ നിൽക്കുന്ന ആളുകളുടെ മൂക്കിലേക്ക് തുടച്ചു കയറുന്ന രൂപത്തിലുള്ള സുഗന്ധം പുരട്ടി വരുന്ന മുസ്അബ് വരുന്നുണ്ട് എന്ന് ദൂരെയുള്ള ആളുകൾക്ക് മനസ്സിലാകുമാറ് സുഗന്ധം ധരിക്കുന്ന വ്യക്തി. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അങ്ങനെ സമ്പത്തുണ്ടായിരുന്ന ഒരു വ്യക്തി ദാറുൽ അർഖമിലേക്ക് ഒരിക്കൽ കയറി വന്നിട്ട് പറഞ്ഞു, അർഖം റളിയല്ലാഹു അൻഹുവിന്റെ ഓഫീസാണെന്ന് റസൂലിന്റെ വീട്. റസൂൽ ഇരിക്കുന്നു, വിരലിലെണ്ണാവുന്ന സ്വഹാബികളുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സദസ്സിലേക്ക് മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു കയറി ചെന്നു, റസൂലേ, ഞാനും വരട്ടെ നബിയേ, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം.
നിങ്ങളുടെ കൂടെ കണ്ണി ചേരണം എനിക്ക്. റസൂലുള്ളാന്റെ മുന്നിലേക്ക് വന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തു, ഇസ്ലാം സ്വീകരിച്ചു. ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധന കാലഘട്ടത്തിലേക്ക് ഇറങ്ങുന്ന കാലം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ദഅവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പോകാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? എല്ലാ സ്വഹാബികളും അങ്ങനെ പോയവരാണ്. എല്ലാ സ്വഹാബികളും, ലക്ഷക്കണക്കിന് സ്വഹാബികൾ ഉണ്ടായിരുന്നു റസൂൽ വഫാത്താകുന്ന കാലത്ത് മക്കത്തും മദീനത്തുമായി ലക്ഷക്കണക്കിന് സ്വഹാബികൾ. ഇന്ന് മക്കയിലും മദീനയിലും നമ്മൾ ചെന്ന് പരിശോധിച്ചാൽ വിരലിലെണ്ണാവുന്ന സ്വഹാബികളുടെ ഖബറുകളെ എവിടെ ഉള്ളൂ? മക്കത്തും മദീനത്തുള്ളൂ. ലക്ഷക്കണക്കിന് സ്വഹാബത്തിന്റെ മയ്യത്ത് മറമാടിയതൊന്നും മക്കത്തും മദീനത്തും കാണാൻ പറ്റൂല. ബാക്കി സ്വഹാബികളൊക്കെ ഇവിടെ ദഅവത്തിന് വേണ്ടി ഓരോ പ്രദേശങ്ങളിലേക്ക് പോയി അവിടെ മരിച്ചവരാണ്, മറ്റു രാജ്യങ്ങളിലേക്ക് പോയവരാണ്. ഇന്ത്യ രാജ്യത്തേക്ക് ദഅവത്തെത്തിയതെങ്ങനെ? ഇന്ത്യ രാജ്യത്തേക്ക് ഇസ്ലാം കൊണ്ടുവന്ന സ്വഹാബികളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? മാലിക് ദിനാറും കൂട്ടരും അവരുടെ ചരിത്രങ്ങളെ, അവരുടെ സംഭവങ്ങളെ ഇങ്ങനെ മദീനയെ ലക്ഷ്യമാക്കി, അന്ന് റസൂൽ ചോദിച്ച ചോദ്യം, മദീനയെ ലക്ഷ്യമാക്കി കൊണ്ടുപോകാൻ, ദഅവത്തിന്റെ ചുമതല ഏറ്റെടുത്തു പോകാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മുസഅബ് റളിയല്ലാഹു അൻഹു റസൂലിനോട് പറഞ്ഞു, റസൂലേ ഞാൻ പോയിക്കോളാം നബി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് മുസഅബ് റളിയല്ലാഹു അൻഹു മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. മുസ്അബ് ഇബ്നു ഉമൈർ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു ചരിത്ര പുരുഷൻ മദീനയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് റസൂലിന്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, റസൂലേ, ഞാൻ മദീനയിലേക്ക് ദഅവത്തിന്റെ ചുമതല ഏറ്റെടുത്തു പോയാൽ പകരം നിങ്ങൾ എന്ത് തരും എനിക്ക്? പകരം നിങ്ങൾ എന്ത് തരും? അള്ളാന്റെ റസൂൽ പറഞ്ഞു, മുസഅബേ, സ്വർഗം തരാം. മുസഅബേ, സ്വർഗം തരാം. സ്വർഗമാണ് കണ്ടീഷൻ. ഞാൻ പോകുന്നിടത്ത് എന്നെ സ്വീകരിക്കാൻ ആൾക്കാരുണ്ടാവുമോ? ഞാൻ പോകുന്നിടത്ത് എനിക്ക് ഭക്ഷണം ഒരുക്കി തരാൻ ആളുകൾ ഉണ്ടാവുമോ? ഞാൻ പോകുന്നിടത്ത് എന്നെ പരിഗണിക്കാൻ ആൾക്കാരൊന്നും ഒരു പ്രശ്നമല്ല, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി ഇറങ്ങാൻ, കിട്ടുന്നിടത്തുറങ്ങി, കിട്ടുന്ന ഭക്ഷണം കഴിച്ച് മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെടുന്ന മുസഅബ് റളിയല്ലാഹു അൻഹു സ്വർഗമായിരുന്നു പ്രതീക്ഷ. മദീനയിലെത്തി 2 കൊല്ലക്കാലം സംഭവ ബഹുലമായ ദഅവത്തിന്റെ ചുമതല ഏറ്റെടുത്ത് നിർവഹിച്ചു. തിരിച്ചു പോന്നു. മദീനയിൽ നിന്ന് ഒരിക്കൽ റസൂലുള്ളാഹിന്റെ ഭവനത്തിലേക്ക്, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്, മക്കത്തേക്ക് തിരിച്ചു വന്നിട്ട് മദീനയിലെ സംഭവങ്ങൾ റസൂലുള്ളാഹിനോട് പറയാൻ തിരിച്ചു വരുന്ന മുസ്അബിനെ റസൂൽ കാണുന്നത് മെലിഞ്ഞൊട്ടിയ ശരീരമാണ്. മെലിഞ്ഞൊട്ടിയ ശരീരം, കറുത്തുപോയ മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലെ വെയിലും മദീനയിലെ ചൂടും കൊണ്ട് മെലിഞ്ഞൊട്ടിയ പ്രകൃതം കണ്ടപ്പോൾ മുസ്അബിനോട് ചോദിച്ചു, മുസ്അബേ, എന്താ നിന്റെ കോലം? അല്ലാഹ് നിനക്ക് സ്വർഗം തരട്ടെ. പ്രാർത്ഥിച്ചു മുസ്അബിന് വേണ്ടി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടുക്കൽ വന്ന മുസ്അബ് റളിയല്ലാഹു അൻഹു വീണ്ടും മദീനയിലേക്ക് പോകുന്നുണ്ട്. ഹബീബായ റസൂലുള്ള മദീനയിലേക്ക് ഹിജറ ചെയ്യുന്ന കാലം, മദീനത്തേക്ക് ഹിജറ പോകുന്ന സമയത്ത് റസൂലിനെ സ്വീകരിക്കാൻ മദീനയിൽ ഒരു സമൂഹം കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ കാത്തിരിക്കുന്ന ജനതയ്ക്ക് ഹിദായത്ത് കിട്ടിയതിൻ്റെ പങ്കിൽ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പങ്ക് ചെറുതല്ല. മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പങ്ക് ചെറുതല്ല. അതുകൊണ്ട് ആ ദൗത്യം നിർവഹിച്ച വ്യക്തി ഉഹദിന്റെ ഭൂമിയിലാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു യാത്രയാകുന്നത്. ഉഹദിന്റെ ഭൂമിയിൽ, ഉഹദിന്റെ പോരാട്ടത്തിന്റെ വീതിയിൽ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞിട്ട് യുദ്ധത്തിൽ കിടക്കുന്ന ഒരുപാട് വിശ്വാസികളുടെ മയ്യത്തുകളുണ്ട്. ഒരുപാട് വിശ്വാസികൾ ഷഹീദായി കിടക്കുന്നുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ മയ്യത്തിന്റെ അടുക്കിലേക്കും ഓരോ സ്വഹാബികളുടെ ജനാസയുടെ അടുക്കിലേക്കും കടന്നു ചെന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത് കമിഴ്ന്നു കിടക്കുന്ന മുസ്അബിനെയാണ്. കമിഴ്ന്നു കിടക്കുന്ന മുസ്അബ് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. 2 മുട്ടും കാലും കുത്തി അള്ളാന്റെ റസൂൽ ആ മുസ്അബിന്റെ ചാരത്ത് മുട്ടുകുത്തി അവിടെ ഇരുന്നു. കമിഴ്ന്നു കിടക്കുന്ന മുസ്അബിനെ ഹബീബിന്റെ മടിയിലേക്ക് മലർത്തി കിടത്തി. ഹബീബിന്റെ മടിയിലേക്ക് ആ കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് ആ കൈയിലേക്ക് മലർത്തി കിടത്തി. എന്നിട്ട് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം, ചോരപ്പാടുകൾ മാത്രം തിളങ്ങി നിൽക്കുന്ന മുഖം, കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട മുസ്അബിന്റെ കണ്ണിന്റെ ഭാഗം വിരലുകൾ കുത്തി മുറുക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം എങ്ങനെയൊക്കെ ആക്രമിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആക്രമിച്ച ശത്രുക്കളോട് അവരുടെ ദേഷ്യം പ്രകടിപ്പിച്ച അടയാളങ്ങൾ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ കാണാൻ. ആ കമിഴ്ന്നു കിടക്കുന്ന മുസ്അബിനെ മലർത്തി കിടത്തിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹ് അന്ന് യുദ്ധത്തിൽ പല്ല് പൊട്ടിയിട്ടുണ്ട്. റസൂലിൽ
പല്ല് പൊട്ടി റസൂല് കരഞ്ഞാൽ സ്വഹാബത്തിന് സങ്കടമാകുമെന്ന് പോലും റസൂല് മറക്കുമാറ് അള്ളാന്റെ റസൂലിൻ്റെ ഹൃദയത്തിൽ നിന്ന് തേങ്ങല് കടന്നു വന്ന് അള്ളാന്റെ റസൂല് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. മുസബിൻ്റെ മുന്നിൽ നിന്ന് കണ്ണുനീരൊലിപ്പിക്കുന്ന റസൂലുള്ള ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസബിനെ പതുക്കെ അവിടെ കിടത്തിയിട്ട് എഴുന്നേറ്റ് പോവാൻ. മുസബിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് റസൂലുള്ള എണീറ്റ് പോകുമ്പോൾ പിന്നിൽ നിന്ന് സ്വഹാബത്ത് വിളിച്ചു, റസൂലേ, മുസബിന്റെ വിഷയത്തിൽ ഒരു പരിഹാരം ഞങ്ങൾക്ക് പറഞ്ഞു തരണം നബിയെ. മുസബിന് ഒരു കഫൻ പുടവല്ല റസൂലേ, നമ്മൾ എന്താ ചെയ്യാം? മുസബിനെ കഫൻ ചെയ്യാൻ ഒരു കഫൻ പുടവല്ല, നമ്മൾ എന്താ ചെയ്യാൻ? മണിക്കൂർ വെച്ച് മക്ക ജീവിത കാലഘട്ടത്തിൽ വസ്ത്രം മാറ്റിയ വ്യക്തിയാണ് മുസബ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു, നടന്ന റസൂൽ തിരിച്ചു വന്നിട്ട് ആത്മഗതം പോലെ പറഞ്ഞൊരു വാക്കുണ്ട്, മുസബെ, മണിക്കൂർ വെച്ച് വസ്ത്രം മാറ്റിയിരുന്ന നിനക്ക് പകരം ഒരു വസ്ത്രം തരാൻ, ഒരു കഫൻ പുടവ തരാൻ എന്ന് മുഹമ്മദിന്റെ കയ്യിലില്ലല്ലോ എന്നോർക്കുമ്പോൾ ദുഃഖമുണ്ട് മുസബെ. സ്വഹാബത്തിനോട് ചോദിച്ചു, എന്താ ഉള്ളത്? ഉള്ളത് കറുത്തൊരു പുതപ്പിന്റെ കഷ്ണമാണ്. തല മറച്ചാൽ റസൂലെ കാല് പുറത്താണ്, കാല് മറച്ചാൽ ഹബീബെ തലഭാഗം പുറത്താണ്. നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ എന്താ ചെയ്യാ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കറുത്ത പുതപ്പിന്റെ കഷ്ണം കൊണ്ട് തലയുടെ ഭാഗം ചുറ്റിപ്പൊതിയാൻ പറഞ്ഞു. കാലിന്റെ ഭാഗം മദീനയിലെ ഉഹദിന്റെ ഭൂമിയിൽ നിന്ന് കിട്ടിയ പുല്ലുകൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞ ചരിത്രം മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. അങ്ങനെയാണ് ഉഹദിന്റെ ഭൂമിയിൽ മുസ്അബിന്റെ ശരീരത്തെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, സ്വർഗത്തിനു വേണ്ടി സമയം ചെലവിട്ടു എന്ന് മാത്രമല്ല, സമ്പത്ത് ചെലവിട്ടു എന്ന് മാത്രമല്ല, സ്വർഗത്തിനു വേണ്ടി ജീവിതത്തിന്റെ എല്ലാ അർത്ഥത്തിലും ഈ ദുനിയാവിൽ ത്യാഗങ്ങൾ സഹിച്ച വ്യക്തിയാണ്. നമുക്കെല്ലാ ശീതീകരിച്ച സംവിധാനങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ ദഅവത്തും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ചുരുങ്ങിപ്പോയി. വളരെ ചുരുക്കമായ ഒരു ജീവിത ശൈലിയാക്കി ദീനിനു വേണ്ടി ചെയ്യുന്നത് ചുരുക്കവും ഭൗതികമായി ലക്ഷ്യമാക്കി ജീവിക്കുന്നത് വിശാലമാവുകയും ചെയ്ത നിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ നമ്മളതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. യുദ്ധത്തിലൊക്കെ വിരലിന് കയ്യിനിങ്ങോട്ട് വെട്ട് കിട്ടിയിട്ട് ഈ വിരലില്ലേ, ചെറുവിരലിൽ ഇങ്ങനെ കൈ തൂങ്ങി നിൽക്കും ഒരു സ്വഹാബിൻ്റെ. എന്നിട്ട് ആ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് യുദ്ധത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം കഴിയുമ്പോൾ റസൂലിൻ്റെ മുന്നിൽ സ്വഹാബികൾ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്നവർ. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വിളിക്കാൻ ആരുണ്ട്? യുദ്ധത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ആരിറങ്ങാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഈ കൈ വെച്ച സ്വഹാബി യുദ്ധഭൂമിയിലേക്ക് വരികയാണ്. അറ്റുപോയ കൈയുമായി യുദ്ധഭൂമിയിലേക്ക് വരിക. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഈ കൈ ഇടക്കിടക്ക് ഇങ്ങനെ മുറിഞ്ഞു ചാടും. തോലിന്റെ മുന്നിൽ ഒരു തോലിൽ മാത്രം, ചെറുവിരലിന്റെ തോലിൽ തൂങ്ങി നിൽക്കുന്ന, വിരലിൽ തൂങ്ങി നിൽക്കുന്ന ആ കൈ ഇങ്ങനെ അറ്ററ്റ് ചാടും. ആ സമയത്ത് ആ കൈ വീണ്ടും ചേർത്ത് വെക്കും. എന്നിട്ട് ഒരു കൈ കൊണ്ട് യുദ്ധം ചെയ്യും. ഇതിങ്ങനെ തടസ്സമായ സമയത്ത് ഒരു സ്വഹാബി തന്റെ കാലിന്റെ അടിയിലേക്ക് പൊട്ടിയ കൈ വെച്ച് വലിച്ച് പറിച്ചിട്ട് ഒറ്റ കൈ കൊണ്ട് യുദ്ധത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട സ്വഹാബത്തിന്റെ ചരിത്രം നമുക്ക് കാണാം. മൂക്കിന് വെട്ടുകിട്ടിയവരുണ്ട്, കാതുകൾക്ക് വെട്ടുകിട്ടിയവരുണ്ട്, കാതറ്റുപോയവരുണ്ട്. ഇവരൊക്കെ ഉണ്ടായിരിക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഹാബികൾ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അള്ളാന്റെ റസൂലേ, നമുക്ക് അള്ളാന്റെ സഹായപ്പെടാൻ വന്നു കിട്ടാൻ. ആ സമയത്ത് യുദ്ധത്തിൽ വിട്ടുകിട്ടിയവരും അല്ലാതെ ആക്രമിക്കപ്പെട്ടവരും ഇങ്ങനെയുള്ള സ്വഹാബത്തിനോട് അള്ളാഹ് ഇറക്കി കൊടുത്തൊരായത്ത്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിൽ കയറി പോകാന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ആരോടാ ചോദിക്കണേ? ഈ ആക്രമിക്കപ്പെട്ട, ഈ രൂപത്തിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ സ്വഹാബത്തിനോട് അള്ളാന്റെ ചോദ്യം, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ അങ്ങോട്ട് സ്വർഗം കിട്ടും നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനിന്റെ വാക്ക്, പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം, നിങ്ങൾ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും ത്യാഗത്തിന്റെയും അനുഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ അനുഭവിക്കാതെ വെറുതെ നിങ്ങളുടെ സ്വർഗം കിട്ടും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോന്നാ? എന്താ അവർ അനുഭവിച്ച സംഭവം? കുഴിയിലിറക്കി നിർത്തി ചില ആളുകളെ. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, ദീന് കിട്ടിയതിന്റെ പേരിൽ കുഴിയിലേക്ക് ഇറക്കി നിർത്തി കഴുത്ത് വരെ മണ്ണിട്ട് മൂടിയിട്ട് മണ്ണിനോട് ചേർത്ത് കഴുത്തെറുക്കപ്പെട്ടവർ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്.
രണ്ട് ഭാഗത്തേക്കും വലിച്ചു കെട്ടിയിട്ട് ഈ നടുവിനെ മുറിച്ചു കളഞ്ഞിട്ട് രണ്ട് ഭാഗത്തേക്കും വെട്ടിത്തെറിച്ചു പോയ ജീവിതശൈലി മറ്റും സ്വഹാബികളുടെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ പഠിക്കുന്നിടത്ത് പരതുന്നിടത്ത് നമുക്ക് കാണാം. ഇങ്ങനെയൊക്കെ പീഡനങ്ങൾ അനുഭവിച്ചിട്ട്, ഇങ്ങനെയൊക്കെ പ്രയാസം അനുഭവിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ശിക്ഷയുടെ ആഴം കണ്ടിട്ട് അവർ മുഅ്മിനീങ്ങളും അവരിലെ പ്രവാചകന്മാരടക്കം ചോദിച്ചു പോയി. എന്താ ചോദിച്ചത്? വസുൽസിലു, അവർ വിറപ്പിക്കപ്പെട്ടു എന്ന ഖുർആനിന്റെ പ്രയോഗം. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹ്, ആ റസൂലും ആ റസൂലിൽ വിശ്വസിക്കുകയും ചെയ്ത പ്രവാചകന്റെ കൂടെയുള്ളവരും ചോദിച്ചു പോകുമാറ്. എന്താ ചോദിച്ചത്? മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് നമ്മൾ അള്ളാന്റെ സഹായം നമുക്ക് കിട്ടാൻ? എപ്പോഴാണ് അള്ളാന്റെ സഹായം നമുക്ക് കിട്ടാൻ? ഇന്ന് ഫലസ്തീനിന്റെ മക്കൾ ചോദിക്കുന്ന ചോദ്യമില്ലേ? അതിനേക്കാൾ ക്രൂരമായ ചരിത്രങ്ങൾ കടന്നുപോയിട്ടുണ്ട് ഇസ്ലാമിന്. അതിനേക്കാൾ ക്രൂരമായ ചരിത്രങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അതെ, അങ്ങനെയുള്ള അവസ്ഥകൾ കടന്നു പോകുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ച ചോദ്യം, അതെ, മുൻഗാമികൾ ചോദിച്ച ചോദ്യം, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാന്റെ സഹായം? അല്ല പറഞ്ഞ വാക്ക് അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അറിയണം, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാന്റെ സഹായം ഇവിടെ അടുത്തുണ്ട് എന്ന് പടച്ചോൻ പറയാം. അള്ളാന്റെ സഹായം ഇവിടെ അടുത്തുണ്ട്, പടച്ചോൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഇറങ്ങി പുറപ്പെട്ടു സ്വഹാബത്ത്. എന്തെല്ലാം ത്യാഗങ്ങൾ, എന്തെല്ലാം വിഷമങ്ങൾ. ഖന്തഖിന്റെ ഭൂമി ചരിത്രത്തിൽ നമ്മൾ വിശദീകരിക്കേണ്ടതില്ലല്ലോ സഹോദരങ്ങളെ. ഖന്തഖിന്റെ ഭൂമി, എത്രയെത്ര പാഠങ്ങൾ. അതൊക്കെ എന്തിനാ പറയണമെന്നറിയോ? നമ്മുടെ ജീവിതം ഏത് നിലവാരത്തിലുള്ളതെന്ന് നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നത്. നമ്മുടെ ജീവിതം ഇന്ന് എവിടെ ഉണ്ടെന്ന് ഇത് രണ്ടും താരതമ്യം ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. നമ്മുടെ വ്യക്തി ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും ഇടപാടുകളെയും ഇടപെടലുകളെയും ഒക്കെ നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അനുഭവിച്ച ഈ ത്യാഗം പറയാം. യുദ്ധത്തിൽ കാണാം, ഖന്തഖിന്റെ ഭൂമിയിൽ കിടങ്ങു കുഴിക്കാൻ സൽമാൻ ഫാരിസിയുടെ നിർദ്ദേശപ്രകാരം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു കിടങ്ങു കുഴിക്കാൻ. ഖന്തഖ് എന്നുള്ള പേരിന് വരുന്നത് കിടങ്ങുമായി ബന്ധപ്പെട്ടാണ്. നീളത്തിലുള്ള കിടങ്ങ്. യുദ്ധഭൂമിയിലെ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്തും ശത്രുക്കളാണ്, പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്തും ശത്രുക്കളാണ്. മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കിടങ്ങ് കുഴിക്കുന്നത്. കിടങ്ങ് കുഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്വഹാബി റസൂലിൻ്റെ അടുക്കലേക്ക് ആമറൊക്കെ താഴെ വെച്ചിട്ട് റസൂലിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, റസൂലേ, കഴിയണില്ല നബിയെ, പൊട്ടിക്കാൻ പറ്റണില്ല റസൂലേ, വിശപ്പിൻ്റെ കാഠിന്യം, വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഒരു സ്വഹാബി കുപ്പായ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുത്തു റസൂലുള്ളാഹിനോട്. വയറ്റത്തൊരു കല്ല്, വിശപ്പിൻ്റെ കനം അറിയാതിരിക്കാൻ, വയറിനൊരു വെയിറ്റ് കിട്ടാൻ വേണ്ടി വയറ്റത്തൊരു കല്ല് വെച്ച് കെട്ടിയ. സ്വകാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കുപ്പായം എല്ലാം പൊക്കി കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹിൻ്റെ വയറ്റത്ത് 2 കല്ല. എന്താ പറയാൻ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രംഗം കണ്ടപ്പോൾ ഈ സ്വഹാബി ഇറങ്ങി അമർ കൊണ്ട് ആഞ്ഞടിക്കും. പൊട്ടണില്ല, കല്ലങ്ങട് പൊളിയണില്ലല്ലോ. സ്വഹാബികളെല്ലാവരും ത്യാഗം സഹിക്കാൻ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഫഗ്ഫിരിൽ അൻസാറ വൽ മുഹാജിറ, അൻസാറുകൾക്കും മുഹാജിറുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ സ്വഹാബികളുടെ ജീവിതം. ആ സമയത്ത് ആവേശത്തോടെ കിടങ്ങു കുഴിക്കുന്ന സ്വഹാബികൾ പാടുന്നുണ്ട്, അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ ഫലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ وأنزلا سكينة علينا وثبت الأقدام إن لاقينا والمشركون قد بعوا علينا وإن أرادوا فتنة أبينا. എന്നവർ ചൊല്ലി വരികളാണ്. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ നോമ്പെടുക്കുന്നവരുടെ സുഹൃതവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആകുമായിരുന്നില്ല. അതുകൊണ്ട് വഅൻസിലൻ സകീനതൻ അലൈനാ, റബ്ബേ നിന്റെ കാരുണ്യം ഈ സമയത്ത് ഇതാ ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയമാണ്. ഞങ്ങൾക്ക് നിന്റെ കാരുണ്യം നീ ഇറക്കിത്തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ ഇറക്കിത്തരണം. അൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതുൽ അഖ്ദാമ ഇൻ ലാഖീനാ,
എന്നിട്ട് അവർ പറഞ്ഞു വൽ മുശ്രികൂന ഖദ് ബഉ അലൈനാ വഇൻ അറാദു ഫിത്നതൻ അബൈനാ. മുശ്രിക്കുകൾ ഒരു കോംപ്രമൈസിനും ഒരുക്കല്ല, ഒരു നിലക്കും അവരൊരുക്കല്ല. അവർ ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കന്നെയാണ്. അവർ യുദ്ധത്തിന് ഒരുങ്ങി വന്നിരിക്കുക തന്നെയാണ്. ഒരു കോംപ്രമൈസിനും ഒരുക്കമല്ലാതെ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തും ശത്രുക്കൾ ഒരുങ്ങി നിൽക്കുകയാണ്, പർവ്വതത്തിന്റെ താഴ്ഭാഗത്തും മുശ്രിക്കുകൾ ഒരുങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് ഞങ്ങളെ തീർക്കാൻ വേണ്ടി വന്നവരാണ് റബ്ബേ. ഒരു അർത്ഥത്തിലും അവർ ഒരു സംസാരത്തിന് അവർ ഒരുക്കമല്ല. അങ്ങനെയുള്ള ഇവരുടെ മുന്നിൽ ഞങ്ങളുടെ നേരെ അവർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞ വാക്ക്, ഇനിയും ഞങ്ങളുടെ നേരെ ആ രൂപത്തിൽ അവർ വരികയാണെങ്കിൽ അബൈന, ഞങ്ങൾ തിരിച്ചടിക്കും റബ്ബേ, അബൈന, ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമല്ലാ. വേറെ വഴിയില്ല. അവർ ഞങ്ങളെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ യുദ്ധഭൂമിയിൽ സ്വഹാബത്ത് അനുഭവിച്ച പ്രതിസന്ധികളുടെ ചില എക്സാമ്പിളുകളാണ്. സഹോദരങ്ങളെ, ഇങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഇന്ന് നമ്മുടെ രാജ്യത്ത് നമുക്കില്ല. പക്ഷേ സ്വസ്ഥമായി ഇബാദത്ത് ചെയ്യാൻ നമുക്കിവിടെ പെർമിഷൻ ഉണ്ട്, സ്വസ്ഥമായി നിസ്കരിക്കാൻ നമുക്ക് പെർമിഷൻ ഉണ്ട്, സമ്പത്ത് കൊണ്ട് ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്കിവിടെ സൗകര്യമുണ്ട്. അള്ളാഹു അത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്നിട്ടുണ്ട്. ആരോഗ്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ചാൻസുകൾ നമ്മുടെ മുന്നിൽ വിശാലമായി തുറന്നു കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും നമുക്ക് സമയം മാറ്റിവെക്കാൻ നമ്മൾ ഒരുങ്ങിയിട്ടില്ല, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ വെറുതെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന ഇബാദത്തുകൾക്കൊക്കെ ഒരു വില റബ്ബിൻ്റെ അടുക്കൽ ലഭിക്കണം, ഒരു സ്ഥാനം കിട്ടണം. അതുകൊണ്ട് പൂർണ്ണമായും പ്രതീക്ഷകളും ലക്ഷ്യബോധവും കൃത്യമായി സ്വർഗം മാത്രമാക്കി മാറ്റാം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആത്യന്തികമായി സ്വർഗം മാത്രമായിരിക്കണം, ഭൗതികമായ യാതൊരു താല്പര്യത്തിൻ്റെ പേരിലുമാകരുത്. ഒരാളെ കാണിക്കാനോ ആളുകളുടെ മുന്നിൽ തൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഞാനിതിൻ്റെ ആളാണെന്നിങ്ങനെ എടുത്ത് ആളുകൾ പറയണം എന്നുള്ള അർത്ഥത്തിലൊന്നും ആവരുത്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഗൗരവമായി നമ്മൾ നമ്മുടെ ജീവിതത്തെ നന്നായിട്ടൊന്ന് വിലയിരുത്തിയിട്ട് നമ്മൾ ആലോചിക്കാം. അള്ള തന്ന സമ്പത്തിനെ, അള്ള തന്ന ആരോഗ്യത്തിനെ, അള്ളാഹു തന്ന ഒഴിവ് സമയങ്ങളെ ഈ സ്വർഗത്തിന് വേണ്ടി ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്തനിം ഖംസൻ ഖബല ഖംസിൻ, 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും, അതിനു മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങൾ ഒരുക്കിക്കോളി. അതിലൊന്ന് നിങ്ങളുടെ ശബാബ്, നിങ്ങളുടെ യുവത്വങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചോളൂ. 2 ഒഴിവ് സമയം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒഴിവ് സമയത്ത് നിങ്ങൾ ചെലവഴിച്ചോളി, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങളെ ഖബറിലേക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചോളുക. 3 നീ രോഗിയാകുന്നതിന് മുമ്പ് നിൻ്റെ ആരോഗ്യത്തെ നീ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ഇന്നിവിടെ ഉണ്ട്, നമ്മൾ പള്ളിയിലിരിക്കുന്നുണ്ട്. അടുത്ത വർഷം സഹോദരങ്ങൾ നമ്മളിൽ ആരൊക്കെ ഇതുപോലെ ഇബാദത്തിന് വരാൻ പറ്റുമെന്ന് ആർക്കൊക്കെ പറയാൻ പറ്റും? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വാട്ടർ ബെഡിൽ ഇങ്ങനെ മലർന്ന് കിടക്കുന്നൊരു കാലം വരും. നമുക്ക് നട്ടെല്ല് തകർന്നിട്ട് ആരോഗ്യക്കുണ്ട്, സ്പൈനൽ കോഡിന് അടി പറ്റിയിട്ട് കിടക്കണ എത്ര മനുഷ്യന്മാരുണ്ട്. ചെറുതായിട്ടൊന്ന് വീണതാണ്, ഒന്ന് സ്കൂട്ടി ബൈക്കിൽ നിന്ന് തിന്നിയതാണ്. എത്ര സംഭവങ്ങൾ, പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന അപകടങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, രോഗിയായി അനങ്ങാൻ പറ്റാതെ കിടക്കുമ്പോൾ ഭാര്യ തൊട്ടടുത്ത് വന്നിരുന്ന് ഭക്ഷണം വായിലേക്ക് വെച്ച് തരേണ്ട ഒരു ഗതികേട്, സുബ്ഹാനല്ലാഹ്, ആലോചിക്കാൻ പറ്റുമോ? നമുക്ക് ആലോചിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് വന്നാൽ സഹോദരങ്ങളെ, നമുക്ക് ആരോഗ്യം ഉണ്ടായിരുന്ന നമ്മുടെ ജീവിതത്തിൽ ഇതിനൊക്കെ ചെയ്യാൻ പറ്റിയിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോകും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ക്യാൻസർ ബാധിക്കുന്നവർ, ഇതിനിടയ്ക്കൊരു വ്യക്തിയെ കണ്ടത്, മലം വായിക്കൂടി വരിക അദ്ദേഹത്തിന്, പിന്നിലൂടെ പോകേണ്ട മലം വായിക്കൂടി പുറത്തേക്ക് വരിക. ആളുകളെ ഫേസ് ചെയ്യുന്നില്ല അയാൾ, ആളുകളുടെ മുന്നിലേക്ക് ഇറങ്ങാനൊരു പ്രയാസം. ഒരു സെക്കൻഡ് സഹോദരങ്ങളെ, ജീവിതം ഒന്നെടുത്ത് താളം തെറ്റാൻ ആ സെക്കൻഡ് മതി. ഉള്ള സമയം ശരിക്കും മുതലാക്കണം. കിട്ടുന്ന ഗ്യാപ്പ്, ഈ റമദാൻ നമുക്ക് കിട്ടിയ അവസരം എങ്ങനെയൊക്കെ മുതലാക്കാൻ പറ്റുമോ തൗബ ചെയ്ത് കഴിഞ്ഞു പോയ പാപത്തിൻ്റെ കറകളെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ അള്ളാഹിനോട് കരഞ്ഞ് പറയണം. നമുക്ക് പടച്ചവനോട് കരഞ്ഞ് പറയണം, ഇത് നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രതീക്ഷയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളും
ശക്തമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അള്ളാഹു സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് യുവത്വം ചെലവഴിക്കണം, ഒഴിവ് സമയം അള്ളാൻ്റെ മാർഗത്തിലാവണം. അതേപോലെ തന്നെ ആരോഗ്യമുള്ള കാലത്ത് അള്ളാൻ്റെ ദീനിനു വേണ്ടി പണിയെടുക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാർദ്ധക്യം കടന്നു വരുന്നതിന് മുമ്പ് യുവത്വത്തെ നീ ചെലവഴിച്ചോ, ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആരോഗ്യമുള്ള സമയം നീ വിനിയോഗിച്ചോ, നീ തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒഴിവ് സമയത്ത് നീ അള്ളാൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ചോ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്ക്, നീ ദരിദ്രനാകുന്നതിന് മുമ്പ് നീ സമ്പത്ത് നിൻ്റെ അള്ളാൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ദാരിദ്ര്യം വരും, നമുക്ക് ദാരിദ്ര്യം ശക്തമായ ചെലവ് ജീവിതത്തിൽ കൂടുന്ന കാലത്ത് ഒന്നിനും പറ്റാതെ കിടക്കുന്നൊരു സമയം വരും. ഉള്ള കയ്യിൽ പൈസ വരുന്നൊരു സമയമുണ്ട്. ആ പണം വരുന്ന സമയത്ത് പണം അള്ളാൻ്റെ മാർഗത്തിൽ ഇങ്ങനെ കൊടുക്കണം. മനസ്സിലായോ? ദരിദ്രനാകുന്നൊരു കാലം വരും, ദരിദ്രനാകുന്ന കാലം. അന്ന് കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. കൊടുത്തു എന്നുള്ളൊരു ആശ്വാസത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമെന്ന്. മനസ്സിലായോ? കൊടുത്തിട്ടുണ്ട്, ഞാൻ ഉള്ള കാലത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റും. അഞ്ചാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹയാതക ഖബല മൗതിക, നിന്റെ ജീവിതം നീ ചെലവഴിച്ചോ ഖബല മൗതിക, നീ മരിക്കുന്നതിന് മുമ്പ്. മരണം എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ഇവിടെ പ്രവർത്തിക്കാനുള്ള ചാൻസ് ഇല്ല. ചാൻസൊക്കെ കൊട്ടിയടക്കപ്പെട്ടു, എല്ലാം അടക്കപ്പെട്ടു. ഇസ്ലാമിക ചരിത്രത്തിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണത്തിൻ്റെ വേദന ഇങ്ങനെ കടിച്ചമർത്തി പിടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുക. അടുത്ത് ചെന്നിട്ട് സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാ അബൂ ഹുറൈറ കരയണത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച് ഏറ്റവും കൂടുതൽ ഹദീസുകൾ ലോകത്തിന് സമ്മാനിച്ച ഒരു വ്യക്തിത്വമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഞാൻ വീട്ടിലേക്ക് പോയാൽ റസൂൽ വല്ല ഹദീസും പറയുമോ എന്ന് കരുതിയിട്ട് റസൂലിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, റസൂലുള്ളാഹിന്റെ കൂടെ തന്നെ ഉണ്ടാവും, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ആയത്തുകൾ ഇറക്കി. അള്ളാഹിന്റെ റസൂല് ഹുജറയിലാകുന്ന സമയത്ത് നിങ്ങൾ റസൂലിനെ ശല്യം ചെയ്യരുത്, റൂമിലാകുന്ന സമയത്ത്. അപ്പൊ പോലും പോയതുകൊണ്ടല്ലേ സ്വഹാബത്ത് അവിടെ എത്തിയിട്ട് റസൂലുള്ളാഹിനോട് ചോദ്യം ചോദിച്ചിട്ടും അള്ളാഹിന്റെ റസൂലിനോട് ദീനിനെ കുറിച്ച് അറിയാൻ വേണ്ടി എത്തിയ സ്വഹാബത്ത് ആ റസൂലിന്റെ വീട്ടിൽ പോലും സ്വൈര്യം കൊടുക്കാത്ത അവസ്ഥ വന്നപ്പോഴല്ലേ ഈ ആയത്തിറങ്ങുക. റസൂലുള്ളാഹിന്റെ ഹുജറയിൽ, റസൂലുള്ളാഹിന്റെ വീട്ടിൽ റസൂലിനെ നിങ്ങൾ സ്വതന്ത്രമായി വിടണം. അള്ളാഹിന്റെ റസൂലിനേക്കാൾ ഉയർന്ന ശബ്ദത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. മര്യാദകൾ ഇറക്കി, റസൂലുള്ളാഹിന്റെ മുന്നിൽ പാലിക്കേണ്ട മര്യാദകൾക്ക് ആയത്തിറക്കി കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആലോചിച്ച് നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ദീന് പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അബൂ ഹുറൈറ മരണത്തിൻ്റെ നേരത്ത് കരയുന്ന സമയത്ത് ആളുകൾ ചോദിക്കുകയാണ്, എന്തിനാ കരയണത്? ജീവിതം ധന്യമായിരുന്നില്ലേ? ജീവിതം നന്നാക്കിയിട്ടില്ലേ? രാത്രി നിസ്കരിക്കും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വിളക്കുണ്ടാവില്ല പല രാത്രികളിലും, കാരണം എണ്ണ ഉണ്ടാവില്ല. വിളക്കിൽ ഒഴിക്കാൻ എണ്ണയില്ലാഞ്ഞിട്ട് ഇരുട്ടത്ത് നിന്നായിരുന്നു അദ്ദേഹം നിസ്കരിച്ചിരുന്നത്. അബൂ ഹുറൈറയുടെ ഭാര്യ രേഖപ്പെടുത്തുന്നത് ചരിത്രത്തിൽ കാണാം. ഇരുട്ടത്ത് നിന്ന് നിസ്കരിക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്ന, ഹൃദയത്തിൽ നിന്ന് എണ്ണച്ചട്ടിയിലേക്ക് കടുകിട്ട ശബ്ദം അവരുടെ കൽബിൽ നിന്നിങ്ങനെ പുറത്തു വരുമായിരുന്നു. കരയുന്ന രംഗങ്ങൾ, പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ ഇതൊക്കെ കടന്നുപോയ വ്യക്തിയാണ് അബൂ ഹുറൈറ. അദ്ദേഹം മരിക്കണ നേരത്ത് കരയുമ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചതല്ല, പിന്നെ എന്തിനാ കരയണമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, ഞാൻ മരണത്തെ പേടിച്ചിട്ട് കരയല്ല, മരിക്കാണല്ലോ എന്നുള്ള പേടികൊണ്ട് കരയല്ല, മറിച്ച് മരണം ഞാൻ പ്രതീക്ഷിക്കുന്നൊരു സംഭവമാണ്, ജീവിതത്തിൽ എന്നും സംഭവിക്കാം. പക്ഷെ എൻ്റെ ബേജാറ്, ഞാൻ മരണത്തിലേക്ക് അടുത്ത് നിൽക്കുകയാണല്ലോ, എൻ്റെ കയ്യിൽ അമലുകളാവുന്ന പാതയും വളരെ കുറവാണ്, ഇബാദത്താകുന്ന പാതയും എൻ്റെ കയ്യിൽ വളരെ കുറവാണ്. ഇനി സ്വർഗത്തിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഒരുപാട് കടമ്പകൾ ഞാൻ താണ്ടിക്കിടക്കണം. എൻ്റെ ബേജാറ്, വൽ മൗത്തു ഖരീബ്, മരണം എന്നിലേക്ക് അടുത്തല്ലോ റബ്ബേ, ഇനി ദുനിയാവിൽ എനിക്ക് ചെയ്യാനുള്ള ചാൻസുകൾ നഷ്ടപ്പെടുകയാണല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ഞാൻ കരഞ്ഞത്. സഹോദരങ്ങളെ, ഈ റമളാനിൻ്റെ ചാൻസ് നമുക്ക് നഷ്ടപ്പെടാൻ 2-3 ദിവസം നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. എന്ത് നേടി? എന്ത് കിട്ടി? ഇനി ഒരു റമളാൻ നമുക്ക് കിട്ടും? ഇനി ഇങ്ങനൊരു അവസരം നമുക്ക് കിട്ടും? നമ്മളിൽ എത്ര ആളുകൾ മയ്യത്താവും? എത്ര ആളുകൾ അടുത്ത റമളാനിൽ ഖബറുകളിലായിരിക്കും? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്ര ആളുകൾ ഖബറിലായിപ്പോയി? നമ്മളിൽ ആരൊക്കെ ഉണ്ട് നമ്മളെ കൂടെ? നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കി. വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് നന്നായി പരിശോധിക്കണം, നന്നായി നമ്മുടെ ജീവിതത്തെ നന്നായി പരിശോധനയ്ക്ക് വിധേയമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും
എല്ലാ അർത്ഥത്തിലും. മരണത്തിന് പ്രായമൊന്നുമില്ല, വാർദ്ധക്യത്തിലെത്തിയാലേ മരിക്കുള്ളൂ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര ആളുകളാണ് മരിച്ചു പോയത്? എത്ര ആളുകളാണ് നമ്മുടെ കൺമുന്നിൽ നിന്ന് പിടഞ്ഞു മരിക്കുന്ന ആളുകളില്ലേ? ഏത് രൂപത്തിലത് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ മരിക്കണതിന് മുമ്പ് ജീവിതം അള്ളാൻ്റെ മാർഗത്തിൽ നമ്മുടെ സ്വർഗത്തിന് വേണ്ടി ജീവിതം ഒരുക്കുക എന്നുള്ളതാണ്. സ്വർഗത്തിന് വേണ്ടി ജീവിതം ഒരുക്കുക എന്നുള്ളതാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഒറ്റ ചരിത്രം കൂടി ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഇസ്ലാമിക ചരിത്രത്തിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ ഹൈസം റളിയല്ലാഹു അൻഹുവിനെയും ചരിത്രത്തിൽ നമുക്ക് കാണാം. ഹൈസം റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് സഅദ് റളിയല്ലാഹു അൻഹു. വീട്ടിലിരിക്കുന്ന കാലത്ത് വർത്താനം പറഞ്ഞു വീട്ടിൽ ദീന് സംസാരിച്ചുകൊണ്ടിരിക്കുക, ദീനിയായ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ബഹളം കേട്ടു. ഹൈസം റളിയല്ലാഹു അൻഹു വാപ്പ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എന്തോ ഒരു ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്, അങ്ങാടിയിൽ എന്തോ ഒരു ബഹളമുണ്ട്, ഒന്ന് ചെന്ന് നോക്ക്. ചെന്ന് നോക്കിയപ്പോൾ ബദറിലേക്കുള്ള വിളിയാണം നടത്തുക, ബദർ യുദ്ധത്തിലേക്ക് സ്വഹാബത്ത് പോകാനുള്ള ഒരുക്കത്തിലാണ്. എല്ലാവരും റസൂൽ വിളിക്കുന്നുണ്ട്, സ്വഹാബികളൊക്കെ ഇറങ്ങി പുറപ്പെട്ട് നിൽക്കുന്ന സമയം. ഈ സന്ദർഭത്തിലാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംസാരം കേട്ട സഅദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടി വന്നു. തിരിച്ചിട്ട് ബദറിലേക്ക് വിളിക്കാൻ വീട്ടിലേക്ക് തിരിച്ച് ഓടി വന്നിട്ട് വീട്ടിൽ തൂക്കിയിട്ടിരുന്നൊരു വാള് കയ്യിലെടുത്തു. യുദ്ധത്തിന് വേണ്ടി പോവുക, വെറുതെ കൊലപാതകത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കല്ല, അത് ഇസ്ലാം യോജിക്കണമില്ല. കയ്യിൽ വാളെടുത്തിട്ട് ഓടുന്ന സമയത്ത് പിന്നിൽ നിന്ന് വാപ്പ തടുത്തു. ഹൈസം റളിയല്ലാഹു അൻഹു തടുത്തു. എന്നിട്ട് വാപ്പ പറഞ്ഞ വാളിൻ്റെ കൈ തട, ഞാനല്ലേ നിന്നെ പറഞ്ഞയച്ചത്, എന്നോടൊരു വാക്കുപോലും ഉണ്ടാതെ എങ്ങട്ടാ പോണ്? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാപ്പ ബദറിലേക്കുള്ള വിളിയാണം നടന്നുകൊണ്ടിരിക്കുകയാണ്, ബദറിലേക്ക് റസൂൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പോണം വാപ്പ. ഹൈസം റളിയല്ലാഹു അൻഹുവും സഅദ് റളിയല്ലാഹു അൻഹുവും തർക്കത്തിലായി. ഈ വീട്ടിൽ നിന്ന് ആര് പോകാന്നുള്ള ചർച്ച. നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ആരാ പോവാ, ഞാൻ പോയിക്കോളാന്നാണ്. ഹൈസം റളിയല്ലാഹു അൻഹു വാളിന് വേണ്ടി മൽപ്പിടുത്തം നടത്തിയപ്പോൾ രണ്ടാളുകളും കൂടി നറുക്കിടാൻ തീരുമാനിച്ചു. നറുക്കിട്ടിട്ട് തീരുമാനിക്കാം ആര് പോകാൻ. നറുക്ക് വീണത് സഅദ് റളിയല്ലാഹു അൻഹുവിനാണ്, മോൻക്കാൻ. സഅദ് റളിയല്ലാഹു അൻഹു വാള് കയ്യിലെടുത്തിട്ട് ഇറങ്ങുമ്പോൾ വാപ്പ മോൻ്റെ മുന്നിൽ വന്ന് തടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, നോക്കടാ താടിയൊക്കെ നരച്ചു, മുടിയൊക്കെ നരച്ചു, ഇപ്പം എനിക്ക് കുറച്ചൊക്കെ ഒരു ആരോഗ്യമുണ്ട്, നീയാണെങ്കിൽ നല്ല യുവാവാണ്, നിനക്ക് ഇനിയും ചാൻസ് കിട്ടിയേക്കാം, അവൾ എനിക്ക് തരുമോ, ഞാൻ പോട്ടടാ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാപ്പ എൻ്റെ മുതൽ മുഴുവൻ വാപ്പെടുത്തു, എൻ്റെ സമ്പാദ്യം മുഴുവൻ വാപ്പെടുത്തു, ഇത് സ്വർഗത്തിൻ്റെ കാര്യമാണ്, ഇത് ഞാൻ തരൂല, ഇത് സ്വർഗത്തിൻ്റെ കാര്യം. ഒരു വാപ്പാക്കും വേണ്ടി ഞാൻ ഈ സ്വർഗം വിട്ടുകൊടുക്കാൻ ഒരുക്കല്ല. ഇറങ്ങുന്ന സഅദിന് വേണ്ടി രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു വാപ്പ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുവേ എൻ്റെ സഅദിന് നീ സ്വർഗം നൽകണേ നാഥാ, ശുഹദാക്കളുടെ കൂട്ടത്തിൽ എൻ്റെ മകനെ നീ ഉൾപ്പെടുത്തണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിനെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഹൈസം റളിയല്ലാഹു അൻഹു ഉഹദിൻ്റെ ഭൂമിയിൽ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ഹൈസം റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്, പ്രായമായി. സഅദ് റളിയല്ലാഹു അൻഹു ബദറിൽ ഷഹീദായി. രണ്ടാമത്തെ യുദ്ധം ഉഹദിലാണ്. ഉഹദിൻ്റെ ഭൂമിയിലേക്ക് റസൂലുള്ളാഹിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് മഹാനായ ഹൈസം റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ ഞാൻ എൻ്റെ പ്രായം കണ്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ചു വിടരുത്. കുപ്പായൊക്കെ ഒന്ന് നന്നാക്കി ഷർട്ടൊക്കെ ഒന്ന് ഉഷാറാക്കി റസൂലുള്ളാഹിൻ്റെ മുന്നിൽ പ്രായമൊന്നും മനസ്സിലാകാതെക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഉഷാറായി നിന്നു കൊടുക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖത്ത് നോക്കി ചിരിച്ചപ്പോൾ റസൂലിനോട് പറഞ്ഞു, റസൂലെ നിങ്ങൾ തിരിച്ചു വിടരുത്, എൻ്റെ മോന് സ്വർഗത്തിൽ നിന്ന് എന്നെ വിളിക്കുന്ന പോലെ ഞാൻ സ്വപ്നം കാണാറുണ്ട് റസൂലെ, അതുകൊണ്ട് എൻ്റെ മോൻ എന്നെ വിളിക്കുന്ന പോലെ ഞാൻ കാണാറുണ്ട്, അതുകൊണ്ട് എനിക്ക് യുദ്ധത്തിൽ വരണം, ഞാൻ പോരുകയാണ് നിങ്ങളെ കൂടെ. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം, വാർദ്ധക്യത്തിലും പ്രായത്തിലൊക്കെ ആയിട്ടും സ്വർഗത്തിൽ അത് ജിഹാദായി ഷഹീദായി തന്നെ യാത്രയാവണം എന്നൊക്കെ ലക്ഷ്യം വെച്ച് ആ സ്വർഗത്തിൻ്റെ ഉന്നതമായ ദറജകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നവർ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ലായിരുന്നു അവർ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത്, ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കാനല്ലായിരുന്നു സ്വഹാബത്ത് യുദ്ധത്തിൽ പോയത്. ഈ പശ്ചാത്തലങ്ങളൊക്കെ പറയുന്നത് അവരൊക്കെ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടാണ് ഷഹീദായി ലോകത്തോട് ശരീരത്തിലേക്ക് വെട്ടുകിട്ടിയും രക്തം ചിന്തിയും ലോകത്തോട് വിട പറഞ്ഞു പോയ സ്വഹാബികളുടെ ചരിത്രങ്ങൾ പറഞ്ഞ് എന്തിനാണ്? അവർക്കൊക്കെ അങ്ങനെയുള്ള ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കാലമാണത്. നമുക്കങ്ങനെയൊന്നുമില്ല. എന്നിട്ടും നമുക്ക് ഇബാദത്ത് ചെയ്യാനൊന്നും നമ്മൾ സമയം കാണില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താ, നമ്മുടെ പരലോകത്തിൻ്റെ അവസ്ഥ എന്താ എന്ന് നമ്മൾ സ്വയം നമ്മുടെ ഖൽബിനോട് ആലോചിക്കുക, നന്നായി വിലയിരുത്തുക, ജീവിതത്തെ നന്നായി വിലയിരുത്തുക.
100 വട്ടം നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. ഹറാമുകൾ കടന്നു വന്ന ജീവിതം, തോന്നിവാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ജീവിതം, ശിർക്കും തൗഹീദും വേർതിരിക്കാത്ത ജീവിതം, ഇബാദത്തുകളോട് താല്പര്യമില്ലാത്ത ജീവിതം, അശ്രദ്ധയിലായി പോയ ഗഫലത്തിൻ്റെ ലോകത്തുള്ള ജീവിതം, എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൻ്റെ പല സമയങ്ങളും മൊബൈലിലേക്ക് തലകുത്തി നിൽക്കുന്ന കാലമായി നമ്മുടെ കാലഘട്ടം മാറി. എല്ലാ അർത്ഥത്തിലും ദീനിൽ നിന്ന് കൽബ് കൂടുതൽ അകന്നു നിൽക്കുന്ന സമയം. മുസാഹഫ് എടുത്ത് ഓതുന്നുണ്ട് നമ്മൾ, ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്നുണ്ട് നമ്മൾ. റമദാൻ കഴിയുമ്പോൾ മുസാഹഫ് ഇങ്ങനെ പൂടിക്കഴിഞ്ഞാൽ ഇനി തുറക്കപ്പെടാം. അടുത്ത റമദാനിനാണെങ്കിൽ എന്ത് ലക്ഷ്യബോധമാണ് ശരിക്കും നമുക്കുള്ളത് നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തുക, മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഉള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പ്രാർത്ഥന ഒരായുധമായി നമ്മൾ സ്വീകരിക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിലെ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, പരസ്പരം വിശ്വാസികൾക്ക് വേണ്ടിയൊക്കെ നന്നായി ദുആ ചെയ്യുക. നമ്മുടെ ആഖിറത്തിലേക്ക് വേണ്ടി, സ്വന്തം ഖബറിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ ഈ ഉള്ളവനെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. പ്രത്യേകിച്ചൊരു കാര്യം ഉണർത്താനുള്ളത്, എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠൻ ഇന്ന് ചെറിയൊരു ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പെങ്ങളെ വീട്ടിലേക്ക് പോയതാണ്. നോമ്പ് തുറക്കാൻ പോകുന്ന സമയത്ത് വീട്ടിലെത്തുന്നതിന് മുമ്പ് ചെറിയൊരു കൊക്കുണ്ട്, അതിലേക്ക് സ്കൂട്ടി കൊണ്ട് പോകുന്ന സമയത്ത് അവൻ്റെ ഭാര്യയും അവൻ്റെ 2 മക്കളും കുഴിയിലേക്ക് വീണ് ഭാര്യയ്ക്ക് കുറച്ച് മാരകമായ പരിക്കുണ്ട്. തലക്കടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാലിന് എല്ല് പൊട്ടിയിട്ടുണ്ട്, കയ്യിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. കുട്ടികൾക്ക് വലിയ പരിക്കൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഇന്ന് തറാവീഹ് നമസ്കാരം കഴിഞ്ഞിട്ടാണ് വിവരമറിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ഷിഫാഇനെ അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ ബത്തേരി ഹോസ്പിറ്റലിലാണുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന സമയത്തൊന്ന് വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ അവസ്ഥകൾ കൂടുതൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥനയിൽ പ്രത്യേകം ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ വളരെ ലഘൂകരിച്ച വാർത്തകളായി നമ്മുടെ മുന്നിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. റഹ്മാനായ റബ്ബ് എല്ലാ ആളുകൾക്കും വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം ഇരു ലോകത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് അല്ലാഹു നമ്മുടെ വിചാരണയെ എളുപ്പമാക്കി തരുമാറാവട്ടെ. ബർസഖിയായ ലോകത്തും യൗമുൽ ഹിസാബിൻ്റെ ലോകത്തും വിചാരണയുടെ ലോകത്തും അല്ലാഹു നമ്മുടെ വിചാരണയെ റബ്ബ് എളുപ്പമാക്കി തരുമാറാവട്ടെ. യഥാർത്ഥ വിജയിക്കുന്ന കക്ഷികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ കർമ്മങ്ങൾ, ഈ രാത്രികളിൽ കുറക്കൊഴിച്ച് നമ്മൾ ചെയ്യുന്ന ഈ വിലപ്പെട്ട സമയം നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം അല്ലാഹു സ്വാലിഹായ കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണിതെങ്കിൽ ഈ രാത്രികളിൽ കിട്ടുന്ന എല്ലാ ഖൈറും എല്ലാ ബർക്കത്തും അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഈ പ്രതീക്ഷയ്ക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൽ നേടിയെടുത്ത സകല കർമ്മങ്ങളും റമളാൻ തീർന്നാലും ഈ അമലുകളുമായി മുന്നോട്ട് പോകാൻ, ഈ തഖ്വയുമായി മുന്നോട്ട് പോകാനുള്ള നല്ല മനസ്സ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. ഒരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട കളക്ഷൻ പുറത്തുണ്ട്. നമ്മുടെ സഹായങ്ങൾ, പള്ളിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മളാണ് ചെയ്യേണ്ടത് എന്നൊരു ഓർമ്മ നമുക്ക് വേണം. സാമ്പത്തികമായി ഈ റമളാനിൽ കിട്ടുന്ന തുകകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു വർഷമൊക്കെ മുന്നോട്ട് പോകാൻ നമുക്ക് ഉപകരിക്കാം. അതുകൊണ്ട് ഇത് അവസരമാണ്. ഇന്ന് കൊടുക്കുന്ന 1 രൂപ, ഒരു പക്ഷേ ഇന്ന് ലൈലത്തുൽ ഖദർ ആണെങ്കിൽ, ഇന്ന് അതിൻ്റെ രാത്രിയാണ്, നമുക്കറിയില്ലല്ലോ. ആ രാത്രിയാണെങ്കിൽ ഇന്ന് കൊടുക്കുന്ന 1 രൂപക്ക് 1000 രൂപയുടെ പ്രതിഫലം അന്ന് രേഖപ്പെടുത്തും. നഷ്ടമാക്കരുത്. അതുകൊണ്ട് കൊടുക്കുന്ന തുകകൾ
അറിഞ്ഞ് തൃപ്തിപ്പെട്ട് അള്ളാൻ്റെ മാർഗത്തിൽ കൊടുത്തോളി. നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണെന്ന് തിരിച്ചറിയുക. അതേപോലെ തന്നെ ഫിത്ർ സക്കാത്തിനെ കുറിച്ച് നമ്മൾ എല്ലാ ക്ലാസ്സിലും ഓർമ്മപ്പെടുത്തിയിരുന്നു. ഇന്ന് അവസാനമായൊരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. ഇന്നത്തോടു കൂടി അതിൻ്റെ